ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടപെടുന്നത് കൃത്യമായ സാർവദേശീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അത് വോട്ട് തട്ടാനാണ് എന്നാണ് ലീഗ് നേതാവിൻ്റെ വ്യാഖ്യാനം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രസ്താവനകൾ പരിശോധിച്ചാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം കേരളത്തിൽ നടന്ന പ്രധാന ചർച്ച CPIM-ന് LDF-ന് ഏറ്റ തിരിച്ചടിയുടെ കാരണം മുസ്ലിം പ്രീണനമാണ് എന്നാണ്. വെള്ളാപ്പള്ളി നടേശനാണ് ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ ആരോപണം ഉന്നയിച്ചതിന് ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പരസ്യമായും രഹസ്യമായും ഇക്കാര്യം പറയുന്നുമുണ്ട്. CPIM-ന്റെ നേതാക്കൾ തന്നെ ചിലപ്പോൾ രഹസ്യമായി ഇക്കാര്യം ചിലരോട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ തോതിൽ മുസ്ലിം പ്രീണനം നടന്നു എന്ന വാദത്തെ ഉറപ്പിക്കാനാണ് ഇപ്പോൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുസ്ലിം സംഘടനകൾ ഇതിനെ നിഷേധിക്കുകയാണ്. എന്താണ് വാരിക്കോരി നൽകിയിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന് എന്ന ചോദ്യം മുസ്ലിം സംഘടനകൾ ചോദിക്കുന്നുണ്ട്. അത്തരമൊരു വാക്കാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത്. മുസ്ലിം സമുദായത്തിന് വാരിക്കോരി നൽകുന്നു എന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് വാരിക്കോരി നൽകുന്നു എന്ന്. എന്താണ് വാരിക്കോരി മുസ്ലിം സമുദായത്തിന് നൽകിയത് എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് മറുപടി പറയാൻ ആരും തയ്യാറാകുന്നില്ല. മുസ്ലിം പ്രീണനം എന്ന് പറയുന്നവർ തന്നെ തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇതേ ആരോപണം മുസ്ലിം പ്രീണനമാണ് CPIM നടത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ചന്ദ്രികയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് CPIM നിരന്തരമായി മുസ്ലിം വിരുദ്ധ പ്രചാരണം നടത്തുന്നു എന്ന്. മുസ്ലിം വിരുദ്ധ പ്രചാരണം നടത്തുന്ന CPIM-ന് മുസ്ലിം അണികൾ കൊടുത്ത, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ അണികൾ കൊടുത്ത, അതല്ലെങ്കിൽ മുസ്ലിം സമുദായം കൊടുത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPIM തോൽക്കാൻ കാരണം, അല്ലെങ്കിൽ LDF-ന് തിരിച്ചടി ഉണ്ടാകാൻ കാരണമെന്നാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, പറയുന്നത്. ഇത് തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യമാണ് CPIM-ന്റെ നിലപാട് ശരിയാണ് എന്ന് പറയാനും കാരണം. അത് എന്തുകൊണ്ടാണ് രണ്ടുപേർക്കും സ്വീകാര്യമല്ലാത്ത നിലപാട്, മുസ്ലിം വർഗീയവാദികൾക്കും ഹിന്ദു വർഗീയവാദികൾക്കും സ്വീകാര്യമല്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് CPIM എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, മതനിരാസമാണ് CPIM-ന്റെ മുഖമുദ്ര എന്നതിനിടെ വിശദീകരിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം മതം ലോകത്ത് നിർവഹിച്ച ഗുണകരമായ കടമകളെല്ലാം അംഗീകരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. മതനിരപേക്ഷതയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. CPIM-ന്റെ പാർട്ടി പരിപാടി തന്നെ വിശ്വാസികൾക്കും മതവിശ്വാസം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഇനി ഒരു വിശ്വാസമില്ലാത്തവർക്കും ജീവിക്കാൻ സാധിക്കുന്ന ഒരു നാടിനെക്കുറിച്ചാണ് പാർട്ടി പരിപാടി തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത്. പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് മതവിശ്വാസികൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന ചോദ്യവും ഉന്നയിക്കേണ്ടായി. ഒരു തടസ്സവുമില്ല. ഏത് വിശ്വാസിക്കും പാർട്ടിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ് നമ്മുടെ പാർട്ടിയുടെ നിലപാട്. പാലസ്തീൻ പ്രശ്നത്തിലും സദാം ഹുസൈൻ്റെ പ്രശ്നത്തിലുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടപെടുന്നത് കൃത്യമായ സാർവദേശീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അത് വോട്ട് തട്ടാനാണ് എന്നാണ് ലീഗ് നേതാവിൻ്റെ വ്യാഖ്യാനം. ഞങ്ങൾക്ക് ഈ സാർവദേശീയ പ്രശ്നങ്ങൾ എന്ന് പറയും ഇപ്പോഴും മാത്രമല്ല, സോവിയറ്റ് റഷ്യ ഉള്ളപ്പോഴും അതിശക്തിയായിട്ട് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോയിട്ടുള്ള പാർട്ടിയാണ് CPIM. സദാം ഹുസൈന് പിന്തുണ നൽകുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനവും സാമ്രാജ്യത്വത്തിനെതിരായിട്ട്, അമേരിക്കൻ സാമ്രാജ്യത്വം ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായിട്ട് സദാം ഹുസൈൻ മാറിയപ്പോഴാണ്. ആ നിലപാട് അന്നും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളതിനെ ഇനിയും തള്ളിപ്പറയുക എന്നുള്ള നിലപാടിലേക്കല്ല പോകുന്നത്.
മതത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രമാക്കുക എന്നുള്ള മതരാഷ്ട്ര ചിന്ത അതിവിടെ ഇന്ത്യയിലാവുമ്പോഴും ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അത് രണ്ടും വർഗീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ മതരാഷ്ട്രവാദത്തിനാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുന്നത്. ലവ് ജിഹാദിനെ സംബന്ധിച്ച് പറയേണ്ടത് CPM ആണ് ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞത് എന്നാണ്. ലവ് ജിഹാദ് പ്രശ്നം സംഘപരിവാറിൻ്റെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തെ കേരളത്തിൽ ശക്തിയായിട്ട് എതിർത്ത നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടും CPM-നെതിരായി ഇങ്ങനെയൊരു നിലപാട് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ എന്തിനാണ് സ്വീകരിച്ചത് എന്നുള്ളത് വളരെ വ്യക്തം. ഞാൻ നേരത്തെ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമും SDPIയും പോപ്പുലർ ഫ്രണ്ടും തമ്മിലെല്ലാം ഉണ്ടാക്കിയ, ലീഗും കോൺഗ്രസും ചേർന്നുണ്ടാക്കിയ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുമ്പോൾ CPM-നെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഒതുക്കാൻ ഉതകുന്ന നിലപാട് പ്രസിഡന്റിൻ്റെ തന്നെ ഭാഗത്തുനിന്ന് ആവുമെന്നാണ് അവർ ധരിച്ചത്. അത് അവർ തന്നെ പരിഹാസ്യമാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രസ്താവനകൾ പരിശോധിച്ചാൽ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ നിർണയത്തോടെ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീനാരായണ ദർശനം ഞാൻ നേരത്തെ തന്നെ വിശദീകരിച്ചു. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് രാജ്യസഭയിൽ കൊണ്ടുവന്ന അതിൻ്റെ ഒരു ആരോപണമായിട്ട് ഉന്നയിച്ച് ആ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചത് അവർ തന്നെ ഗൗരവപൂർവം കാണേണ്ട ഒന്നാണ്. കേന്ദ്ര ഗവൺമെൻറ് BJP രൂപീകരിച്ച കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മുസ്ലിമിനെ പോലും ഉൾപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ മേലെ ഒരു തരത്തിലുള്ള പ്രശ്നവും അവർ ഉന്നയിക്കുന്നില്ല. അപ്പോൾ സംഘപരിവാർ അജണ്ടയുടെ അതിന് കീഴടങ്ങുന്ന രീതിയിലുള്ള ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. സർവമത സംഗമം നടത്തി എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടാണിപ്പോൾ ഞാൻ ആദ്യം പറയുമ്പോഴേ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും SNDPയുടെ വിവിധ നേതൃനിരയിലുള്ളവരും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. അപ്പോൾ ഇതൊന്നും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിന് അനുയോജ്യമായ ഒരു നിലപാടല്ല എന്ന് മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും മനസ്സിലാക്കും. അല്ലാതെ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണ ശ്രമത്തെ ജനങ്ങൾ ശക്തിയായിട്ട് എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച നടത്തിയിട്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങാനും വർഗീയതയെ പ്രതിരോധിക്കാനും വർഗരാഷ്ട്രീയം തൊഴിലാളികൾ, കൃഷിക്കാർ, ഇപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കർഷക ജനവിഭാഗങ്ങളുടെ സംഘടിത തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളെല്ലാം വിവിധ മേഖലയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇലക്ഷനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വർഗസമര പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി ഈ വർഗീയ കൂട്ടായ്മക്കെതിരായിട്ട് മുന്നോട്ടേക്ക് പോകാനാവണം. മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ BJPയുടെ അപകടം മനസ്സിലായും അതിനെ പ്രതിരോധിക്കാൻ നല്ലതാണ് കോൺഗ്രസ് എന്ന് കരുതിപ്പോയ ആളുകളെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നല്ല ജാഗ്രതയായ സഹനപൂർണമായ പ്രവർത്തനം
ഈ പരാജയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്താനാവണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കണ്ടിട്ടുള്ളത്.